ശ്രീ മുകേഷ് കുമാർ, ഇപ്പോൾ അടൂറിന്റെ ഇന്നലത്തെ പ്രസംഗം, ഇന്നത്തെ പ്രതികരണം രണ്ടും അങ്ങ് കണ്ടിരിക്കുമെന്ന് കരുതുകയാണ്. എന്താണ് താങ്കളുടെ ഒരു മനസ്സിലാക്കൽ? സിനിമയെ അറിയുന്നവർ, സിനിമയെ പൂർണ്ണമായും മനസ്സിലാക്കിയവർ മാത്രമേ സിനിമയുമായി ബന്ധപ്പെട്ട് മിണ്ടാവൂ എന്നുകൂടിയാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. മാത്രമല്ല, സിനിമയെന്ന് വെച്ചാൽ അതിൻ്റെ ആത്യന്തിക വാക്ക് താൻ തന്നെയാണ്, ആത്യന്തികമായി താൻ തന്നെയാണ് സിനിമയുടെ മുഴുവൻ അധികാരിയുമായി വരുന്നത്. കാരണം ഞാൻ എടുക്കുന്ന സിനിമ മോശമായിട്ടുണ്ടോ, ഞാൻ 1 കോടിക്കപ്പുറം പണം ഇതുവരെ ചിലവാക്കിയിട്ടില്ല, ഞാൻ 1 മാസത്തിനപ്പുറം ഒരു സിനിമ ഷൂട്ടും നീട്ടിയിട്ടില്ല, 30 ദിവസത്തിനുള്ളിൽ സിനിമ തീർക്കും, അപ്പോൾ ഞാനാണ് ആത്യന്തികമായി വരുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് ശരി, അപ്പുറത്തേക്ക് എല്ലാം തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പിന്നെ പുഷ്പവതിയുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ചാല മാർക്കറ്റിലെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അവിടെ നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന ഫിലിം പോളിസി കോൺക്ലേവ് വളരെയധികം ക്രിയാത്മകമായിട്ടുള്ള ആശയ സംവാദങ്ങൾ, ആശയ കൈമാറ്റങ്ങൾ നടന്ന ഒരു വേദിയായിട്ടാണ് പൊതുവെ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതിൽ തീർത്തും കളങ്കം ഏൽപ്പിക്കുന്ന ഒരു നടപടിയായി പോയി ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ ആ സമാപന ചടങ്ങിലെ പ്രസംഗം. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, അടൂരിന്റെ ഒരു സിനിമാ കരിയർ, ഒരു സിനിമാ പ്രേമി എന്ന നിലയിലും സിനിമാ ചരിത്രാന്വേഷകൻ എന്ന നിലയിലും അടൂരിന്റെ സിനിമാ കരിയർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 3 തരം വികാരങ്ങളാണ് തോന്നുന്നത്. സ്വയംവരം മുതൽ വിധേയൻ വരെയുള്ള പീരീഡ്, അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ക്രിയേറ്റീവ് പേഴ്സൺ, ഒരു സംവിധായകന്റെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് ഹൈയിൽ നിൽക്കുന്ന ഒരു പീരീഡ്, ആ പീരീഡിൽ അടൂർ ഗോപാലകൃഷ്ണൻ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള സിനിമകൾ, മലയാള സിനിമയെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതിന് അദ്ദേഹത്തോട് ആദരവുണ്ട്. അതിനുശേഷമുള്ള ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും സുഖാന്ത്യം തുടങ്ങി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സിനിമകളുടെ സമയത്ത് ക്രിയേറ്റീവ് എബ് എന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള, അതായത് സർഗശേഷിയുടെ ഒരു വേലിയിറക്ക പീരീഡിലായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ. ഈ പിന്നെയും സിനിമയും സുഖാന്ത്യം എന്ന സിനിമയെ കുറിച്ചുള്ള വിമർശനങ്ങൾ വന്നപ്പോൾ വളരെ അസഹിഷ്ണുതയോടെയാണ് അദ്ദേഹം അതിനെ നേരിട്ടത്. അപ്പോൾ ആ ഒരു പീരീഡിനോട് ഉള്ള അടൂർ ഗോപാലകൃഷ്ണനോട് എനിക്ക് സഹതാപമാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളാകട്ടെ, അതിനു മുമ്പുള്ള കുറച്ച് കാലങ്ങളായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, അതായത് ഫിലിം ഫെസ്റ്റിവലിൽ എല്ലാവർക്കും കയറി വരാൻ പറ്റില്ല, അവിടെ വരുന്ന ആൾക്കാരെ നിയന്ത്രിക്കണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് കുറെ കാലമായിട്ട് അദ്ദേഹം പറയുന്നതാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കൂടെയാണ് അദ്ദേഹം ചാല മാർക്കറ്റും അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതിന്റെ കൂടെ വരുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതായത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ അദ്ദേഹത്തോട് പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. ഇതിനോട് എങ്ങനെയാണ് സമൂഹം പ്രതികരിച്ചത് എന്നൊരു കാര്യം കൂടിയുണ്ടല്ലോ. ഈ സിനിമാ ലോകം തന്നെ എങ്ങനെ പ്രതികരിച്ചു എന്നും അങ്ങ് കണ്ടതാണല്ലോ. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണോ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതവിടെ തുടരുന്നു, ഒരു തരത്തിൽ തുടരുന്നു എന്ന് തന്നെയല്ലേ ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഈ കോൺക്ലേവിലേക്ക് നയിച്ച ചില സാഹചര്യങ്ങൾ ഉണ്ടല്ലോ മുകേഷ്. അതെ, അടൂർ ഗോപാലകൃഷ്ണൻ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സെൻസിബിലിറ്റി ഒരു 80കളുടെ അവസാനത്തോടെ വന്ന് ഫ്രീസ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ അങ്ങ് മരവിച്ച് നിൽക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ സെൻസിബിലിറ്റി, സിനിമാ സെൻസിബിലിറ്റി. കാരണം അദ്ദേഹം എടുത്തിരിക്കുന്ന സിനിമകൾ കണ്ടംപററി, അതായത് കാലികമായിട്ടുള്ള സിനിമകൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സിനിമകൾ വളരെ കുറവാണ്. ആശയപരമായിട്ട് അതിന് കാലിക പ്രസക്തി ഉണ്ടാവാം, പക്ഷെ കണ്ടംപററി എന്ന് പറയുന്ന സിനിമകൾ അദ്ദേഹം എടുത്തിരിക്കുന്ന, അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫി പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയില്ല. 80കളിൽ അദ്ദേഹത്തിന്റെ സെൻസിബിലിറ്റി വന്ന് മുട്ടി നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ, 1.5 കോടി രൂപ എന്തിനാണ് കൊടുക്കുന്നത്, 50 ലക്ഷം വീതം 3 പേർക്ക് വീതിച്ചു കൊടുത്താൽ പോരെയെന്ന്. അപ്പോൾ ഇപ്പോൾ ഒരു മലയാള സിനിമ പ്രൊഡക്ഷന്റെ കോസ്റ്റിങ്ങും അതിന്റെ ബജറ്റിങ്ങും അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. എത്ര വർഷമായി മുകേഷ് സിനിമകൾ കൃത്യമായി നിരീക്ഷിക്കുന്ന ആളെന്ന നിലയ്ക്ക്? അവസാന സിനിമ വന്നിട്ട് ഏതാണ്ട് ഒരു 12 വർഷമായിട്ടുണ്ടാവും, ഫീച്ചർ ഫിലിം വന്നിട്ട്. ശരി, അപ്പോൾ ഈ 12 വർഷത്തിന് ഇടയ്ക്ക് ഉണ്ടായ ചെലവ്
സാങ്കേതിക ജ്ഞാനത്തെക്കുറിച്ചും സിനിമയിലെ ഓരോ മേഖലയിലെ ജ്ഞാനത്തെക്കുറിച്ചുമാണ് അദ്ദേഹം വാചാലനായിട്ടുള്ളത്. ഒരു പ്രീ പ്ലാനിംഗ് വേണം. 12 വർഷത്തെ മുമ്പുള്ള ആ ഒരു പീരീഡിലാണ് അദ്ദേഹം സ്റ്റക്കായി നിൽക്കുന്നത്. ആ ഒരു പീരീഡിലാണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതായത് ഒരു ദിവസത്തേക്ക് 3 മുതൽ 4 ലക്ഷം രൂപ സാധാരണ ഒരു സിനിമയ്ക്ക് കോസ്റ്റ് ആവും. സാധാരണ ഒരു മലയാള സിനിമയ്ക്ക്. ഇൻഡിപെൻഡന്റ് സിനിമകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ഫോണിലോ അല്ലെങ്കിൽ ചെറിയൊരു ക്രൂ വെച്ചിട്ട് ചെയ്യുന്ന സിനിമ അല്ല. സാധാരണ ഒരു പ്രൊഡക്ഷൻ സിനിമയാണെങ്കിൽ അത് 3 മുതൽ 4 ലക്ഷം രൂപ ഡെയിലി കോസ്റ്റ് വരും മലയാള സിനിമയിൽ. അപ്പോൾ ആ പീരീഡിലാണ് പുള്ളി പറയുന്നത് ഈ 50 ലക്ഷം രൂപ വെച്ച് 3 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ വയനാട് ദുരന്തത്തിൽ മറ്റേ എന്താ പറഞ്ഞത് മൊത്തം ദുരിതാശ്വാസ നിധി എല്ലാവർക്കും കൂടെ വീതിച്ചു കൊടുക്കൂ എന്ന് പറയുന്നതുപോലെ അങ്ങനെയുള്ളൊരു ഭോഷത്തരമാണ് പുള്ളി ഈ കാര്യത്തിൽ പറഞ്ഞത്. പണിയറിയാത്തവർക്കാണല്ലോ അപ്പോൾ പൈസ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അതിനുള്ള ന്യായം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.